മാധുര്യം നിറഞ്ഞ ഗാനങ്ങളുമായി മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാം ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട മാത്യു ഡാനിയൽ അച്ഛൻ സന്നിഹിതനായിട്ടുണ്ട്. ഇന്നത്തെ ചില ഗാനങ്ങളുമായി നമുക്ക് അച്ഛനുമായി സംവദിക്കാം. അച്ഛ, പുതിയൊരു ഗാനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒന്നേ ഉള്ളെനിക്ക് ആനന്ദമുലകിൽ എന്ന് തുടങ്ങുന്ന വളരെ പരിചിതമായൊരു ഗാനം, വളരെ മനോഹരമായി രചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഗാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛനൊന്ന് അതിലൂടെ പോകാം. ഈ ഭക്തനായ MV ചെറിയാൻ സാർ എഴുതിയ പാട്ടാണ് ഇത്. മുമ്പ് നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുള്ളതുപോലെ അദ്ദേഹം ക്രൈസ്തവ ഗാന കൈരളിക്ക് മറക്കാനാവാത്ത കുറേ നല്ല പാട്ടുകൾ നൽകിയ ഒരു സുവിശേഷകനാണ്. വളരെ വ്യക്തമായി പറഞ്ഞാൽ മലയാള തനിമയുള്ള പാട്ട് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള പാട്ടിൽ മലയാള തനിമ ഇല്ല എന്ന് അർത്ഥമാക്കുന്നില്ല. എന്നാൽ ഒരു മലയാള തനിമ പലപ്പോഴും ഇതിന് കേൾക്കാറുണ്ട് ഈ പാട്ടുകൾ. അദ്ദേഹത്തിൻ്റെ പാട്ടിന് പൊതുവേ ഉള്ള പ്രത്യേകത ആശ്രിത വത്സരനെ, യേശു മഹേശനെ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു മലയാളത്തിൻ്റെ ഒരു സ്വര താള ബോധം എൻ്റെ മനസ്സിലേക്ക് വരും. അത്തരത്തിലൊരു പാട്ടാണ് ഈ ഒന്നേ ഉള്ള എനിക്ക് ആനന്ദമുലകിൽ എന്ന് പറയുന്നത് ആരംഭിക്കുന്ന ഈ മനോഹരമായ പാട്ട്. മധ്യ തിരുവിതാംകൂറുകാരനാണോ? അതെ, മധ്യ തിരുവിതാംകൂറുകാരൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നിർവഹിച്ചത് തമിഴ്നാട്ടിലാണ്, പ്രത്യേകിച്ച് മധുരയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ തമിഴ് പാട്ടുകളോട് അദ്ദേഹത്തിന് ഒരു ചർച്ചയുണ്ട്. പ്രത്യേകിച്ച് തമിഴിലെ പല പാട്ടത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പലരും പഠിക്കുമ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഈ മലയാള വാക്കുകളും മലയാളത്തിൻ്റെ ശൈലിയുമൊക്കെ അദ്ദേഹം നന്നായി തൻ്റെ പാട്ടുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അനുഭവ തീവ്രമായ ഒരു മനസ്സാണ്, അത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പം എൻ്റെ ഒരു വിലയിരുത്തലെന്ന് പറയുന്നത് നിലനിൽക്കുന്ന എല്ലാ പാട്ടുകളും അനുഭവ തീവ്രമായ മനസ്സിൽ നിന്ന് ഉറവെടുത്തതാണ്. പ്രത്യേകിച്ച് പഴയ രചയിതാക്കൾ. അതെ 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 അവർക്ക് ഈ അവരുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് കേവലം ഒരു ഉപരിതല സ്പർശയല്ല. അവർക്കിതല്ല, വേറൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിൽ നിന്നാണ് അവരുടെ ഈ പാട്ടിൽ ഉറവെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സവിശേഷത ഈ പാട്ടിലെല്ലാം വരുന്നുണ്ടെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുപുസ്തകത്തിൻ്റെ പേരാണ് മധുരഗീതികൾ എന്നാണ്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായിരുന്ന TK സാമുവൽ, അദ്ദേഹം എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ എന്ന് പറയുന്ന മനോഹര പാട്ടൊക്കെ എഴുതിയ ആളാണ്. ഇത്രത്തോളം അറിയപ്പെടുന്ന ആളല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളോട് ചേർത്ത് ഒന്നിച്ച് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 137 പാട്ടുകൾ ഈ MV ചെറിയാച്ചൻ്റെ പാട്ടുകളാണുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയാളികൾ എവിടെയുണ്ട് അവിടെയൊക്കെ പോയി പ്രേക്ഷിതനായി ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ പാട്ടുകളിലൊന്നാണ് ഈ ഒന്നേ ഉള്ളൂ എനിക്ക് ആനന്ദമുലകിൽ എന്ന് പറയുന്ന പാട്ട്. ആ പാട്ട് വ്യക്തമാക്കുന്ന പോലെ ഒരു ഭക്തനെ സംബന്ധിച്ച് അവരുടെ ജീവിത ആനന്ദം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ കൊച്ചു ജ്യോതിഷി ആ സമയത്ത് ഓർത്തു ഈ ജീവിതത്തിൻ്റെ ആനന്ദം അല്ലെ പരമാനന്ദം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ മാത്രമാണ് എന്നുള്ളത് അതിൻ്റെ ഒരു ഉറക്ക പ്രഖ്യാപനമാണ് ഈ ഒരു പാട്ടിൻ്റെ ഉള്ളടക്കം. അല്ലെ അതിൻ്റെ പ്രമേയതലത്തിൽ നോക്കുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയത്തെ, ദൈവത്തിലുള്ള വിശ്വാസത്തെ ഒരിക്കൽ കൂടെ ഉറക്കെ പ്രഖ്യാപിക്കുന്നൊരു ഗാനമാണ്. അതെ, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യവും നമുക്കും ആശ്രയിപ്പാൻ യേശു മാത്രമേ ഉള്ളൂ. ഈ രചയിതാക്കളൊക്കെ ഗാനത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് അവൻ്റെ സന്നിധിയല്ലാതെ, യേശുവിൻ്റെ സന്നിധിയല്ലാതെ നമുക്ക് സന്തോഷവും സമാധാനവും തരുന്ന മറ്റ് ഒന്നുമില്ല. ഈ ലോക ജീവിതം വെറും നിഴൽ മാത്രം. വലിയ പ്രത്യാശയുടെ ഒരു വലിയ ലോകം നമുക്കായി കാത്തിരിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. അച്ഛാ, ഏതായാലും നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. ഒന്നേ ഉള്ളെനിക്ക്
അച്ഛാ, ഒരു സ്തുതിഗീതമുണ്ട്, എത്ര നല്ലവൻ യേശുവരൻ എന്ന് തുടങ്ങുന്ന ഗാനം. വളരെ മിത്രമാണ് എനിക്കെന്ന് പറഞ്ഞു. അത് വളരെ മനോഹരമായ ഒരു ഗാനമാണ്. ആ ഗാനത്തെക്കുറിച്ച് ഒന്ന് പറയാമോ അച്ഛാ? സാറ് സൂചിപ്പിച്ചതുപോലെ ലളിതമായ ഒരു ഗാനമാണ്. ആ ഗാനം പ്രധാനമായിട്ടും പ്രമേയ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്, ഈ ഭക്തൻ്റെ മനസ്സിൽ വരുന്ന യേശു എനിക്ക് ആരാണ്. അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. കാരണം യേശുവിനോടൊപ്പമുള്ള യാത്ര മാത്രമേ വിശ്വാസ ജീവിതമാകുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ജീവിതയാത്രയിൽ യേശു എനിക്ക് ആരാണ്, അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ്. അവനെൻ്റെ മിത്രമാണ്, അവനെൻ്റെ സ്നേഹിതനാണ്, അവനെൻ്റെ സഹയാത്രികനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജീവിതയാത്രയിൽ പറയുന്നുണ്ട്, കാരിരുൾ കൂരിരുൾ നിലയിലിരിക്കുന്നത്, കാരിരുൾ പോകുമ്പോഴും വെളിച്ചമായിട്ട് അവൻ എന്നോടൊപ്പം ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ കർത്താവിൻ്റെ പിന്നാലെ കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് പോകുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയ തുടിപ്പുകളാണ് ഈ കാരിരുൾ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രയോഗം? കാരിരുൾ എന്ന് പറഞ്ഞാൽ കടുത്ത ഇരുൾ നിറത്തിലായിരിക്കും ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ മറ്റെങ്കിലും ആ പദം അങ്ങനെ കണ്ടിട്ടില്ല. കാരിരുമ്പ് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ കാരിരുൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. അതേപോലെ കാരിരുൾ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ പഴയ ചില ഗാനങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ ചില പദങ്ങൾ ഉണ്ടല്ലോ. അതെ 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 അതെ, കാരണം പദ സ്വാധീനമുണ്ട്. എന്നാൽ ഇത് അതിലുപരിയായി അതിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണോ പദങ്ങളുടെ ഉദ്ദേശിച്ചാണ് എനിക്കറിയില്ല. ഇന്നത്തെ രചയിതാക്കൾ ഇത്തരം പദപ്രയോഗങ്ങൾ കാണാനില്ല. അത് അവരുടെ അധികം കാണാറില്ല, പദങ്ങൾ കൊടുക്കാറില്ല. പിന്നെ പ്രാസം ഒപ്പിക്കാൻ വേണ്ടിയൊക്കെ എഴുതി ചേർക്കുന്ന രീതിയിലുണ്ട്. ഈ ഗാനങ്ങൾക്ക് ഈ പ്രാസഭംഗി ഒഴിവാക്കാനാക്കാത്തൊരു കാര്യമാണ്. നമ്മൾ മലയാള കവിതയുടെ തന്നെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ പ്രാസഭംഗി അതിനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ പാട്ടുകളെല്ലാം അത് വരുന്നത്, കൊട്ടാരമായാലും വിട്ടേ മതിയാവൂ, കോട്ടയ്ക്കകത്ത് മൃത്യു കടന്നു ചെല്ലുമെന്നാണ് ഒരു ഗാനരചയിതാവ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ വർണ്ണത്തിൻ്റെ ആവർത്തനത്തിന് അതിനൊരു ഭംഗിയുണ്ട്. അത് നമ്മുടെ മലയാള ഗാനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു പൈതൃകമാണ്. അല്ല, അത് തന്നെയുമല്ല, പഴയ കാലത്ത് സംസ്കൃത അടിസ്ഥാനത്തിലായിരുന്നല്ലോ ഇവരുടെ പഠന രീതി. അതെ അതെ അതെ. അപ്പോൾ ഇന്ന് സംസ്കൃതം എനിക്ക് തോന്നുന്നില്ല, ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ എവിടെയും സംസ്കൃതം നമ്മൾ കാണുന്നില്ല. അതിൻ്റെ ഒരു കുറവുണ്ടോ? മലയാളം ശരിക്കും അറിയണമെങ്കിൽ സംസ്കൃതം കൂടെ അറിഞ്ഞേ മതിയാവും. അതെ, ഇത് ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ടൊരു ഭാഷയാണെങ്കിൽ കൂടി സംസ്കൃതം കൂടെ അറിഞ്ഞെങ്കിൽ മാത്രമേ. നമ്മുടെ മാതൃഭാഷ കൂടെയാണല്ലോ. ഏതായാലും നമ്മുടെ പഴയ ഭക്തകവികൾക്ക് ഭാഷയിൽ നല്ല സ്വാധീനമുണ്ട്, സംസ്കൃതത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു. അതെ, ഓക്കെ. ഏതായാലും നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നും അവൻ. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നും അവൻ. നിൻ തിരുച്ചിറകിൻ മറവിൽ ഞാൻ എന്നും നിർഭയമായി വസിക്കും. നിൻ തിരുച്ചിറകിൻ മറവിൽ ഞാൻ എന്നും നിർഭയമായി വസിക്കും. ഏതൊരു ഖേദവും വരികിലുമെൻ്റെ യേശുവിൽ ചാരിടും ഞാൻ. ഏതൊരു ഖേദവും വരികിലുമെൻ്റെ യേശുവിൽ ചാരിടും ഞാൻ. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നും അവൻ. എന്നെ കരങ്ങളിൽ വഹിച്ചിടും താൻ, എൻ്റെ കണ്ണുനീർ തുടച്ചിടും താൻ. എന്നെ കരങ്ങളിൽ വഹിച്ചിടും താൻ, എൻ്റെ കണ്ണുനീർ തുടച്ചിടും താൻ. കൂരിരുൾ മൂടുമെൻ ജീവിത വഴിയിൽ അനുഗ്രഹമായി നടത്തും. കൂരിരുൾ മൂടുമെൻ ജീവിത വഴിയിൽ അനുഗ്രഹമായി നടത്തും.
വിളിച്ചവൻ വിശ്വസ്തനാ, എന്നും മാറാത്ത വല്ലഭനാ. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, എന്നും മാറാത്ത വല്ലഭനാ. ഇന്നെനിക്കാകയാലാകുലമില്ല, മന്നവനെൻ തുണയാ. ഇന്നെനിക്കാകയാലാകുലമില്ല, മന്നവനെൻ തുണയാ. ഇന്നെനിക്കാകയാലാകുലമില്ല, മന്നവനെൻ തുണയാ. ഇന്നെനിക്കാകയാലാകുലമില്ല, മന്നവനെൻ തുണയാ. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നുമവൻ. ലോകസുഖങ്ങളെ ത്യജിച്ചിടും ഞാൻ, സ്നേഹനാഥനെ അനുഗമിക്കും. ലോകസുഖങ്ങളെ ത്യജിച്ചിടും ഞാൻ, സ്നേഹനാഥനെ അനുഗമിക്കും. നിന്ദകൾ സഹിച്ചും ജീവനെ പകച്ചും പൊരുതുമെന്നായുസല്ല. 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 എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നുമവൻ. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നുമവൻ. നിൻ തിരുച്ചിറകിൻ മറവിൽ ഞാൻ എന്നും നിർഭയമായി വസിക്കും. നിൻ തിരുച്ചിറകിൻ മറവിൽ ഞാൻ എന്നും നിർഭയമായി വസിക്കും. ഏതൊരു ഖേദവും വരികിലുമെൻ്റെ യേശുവിൽ ചാരിടും ഞാൻ. ഏതൊരു ഖേദവും വരികിലുമെൻ്റെ യേശുവിൽ ചാരിടും ഞാൻ. എത്ര നല്ലവനേശുപരൻ, മിത്രമാണെനിക്കെന്നുമവൻ. അച്ഛാ, അതുപോലെ മറ്റൊരു ഗാനമാണ് ഈ ആരാധനയ്ക്ക് യോഗ്യനെ എന്ന് തുടങ്ങുന്ന JV പീറ്റർ എന്ന് പറയുന്ന ഒരു രചയിതാവിൻ്റെ രചനയും സംഗീതവും എല്ലാം ഒരുമിച്ച് നന്നായി കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ് JV പീറ്റർ. അനേകം പാട്ടുകൾ, എനിക്ക് തോന്നുന്നു 10,000 ഗാനങ്ങളിനടുത്തോളം പുള്ളി രചിച്ച് സംഗീതം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. വളരെ നന്നായിട്ട് ഈ ഗാനം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് അധികം പോപ്പുലറായിട്ടില്ല. പക്ഷേ നല്ലൊരു ഗാനമാണ്. ആരാധനയ്ക്ക് യോഗ്യനെ, എന്നിൽ വാഴുന്നവൻ നീ തന്നെ, നിന്നെ സ്തുതിപ്പാൻ. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പോകുന്ന ഒരു പാട്ടാണ്. അധികം ആൾക്കാർക്ക് പരിചയമില്ല. എങ്കിലും JV പീറ്റർ അനേകം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. തിരുക്കരത്താൽ വഹിച്ചു എന്നെ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ, അങ്ങനെ എണ്ണിപ്പറയാൻ അനേകം ഗാനങ്ങളുണ്ട്. അപ്പോൾ ഈ ഗാനത്തെക്കുറിച്ച്, JV പീറ്ററിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അച്ഛൻ എങ്ങനെ അതിനെ വിശദീകരിക്കും? JV പീറ്ററുമായി വ്യക്തിപരമായ ഒരു പരിചയം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഈ പ്രദേശത്ത് തന്നെയാണ് ജീവിച്ചിരുന്നു വന്നത്.
അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ചേർന്ന് അവരൊരു സംഗീത ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ സംഗീത പരിപാടികളിലൂടെ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യം. ദേവാലയങ്ങളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും ഒക്കെ വന്ന് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഓർമ്മയിലുണ്ട്. വളരെ സംഗീത സാന്ദ്രതയുള്ള അതോടൊപ്പം തന്നെ അർത്ഥ ഗൗരവമുള്ള പാട്ടുകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. സർവ്വതിരിക്കരത്താൽ വഹിച്ചു എന്ന് പറഞ്ഞ പാട്ട് വളരെ പ്രസിദ്ധമാണ് ഈ ജോയി പീറ്ററുടെ എന്ന് പറയുന്നത്. ഇതൊരു ആരാധനാ ഗീതമാണ്, പേര് കണ്ട് കേൾക്കുന്ന ഒരു സ്തുതിഗീതം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഒരു പറഞ്ഞ അതിൻ്റെ ചരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ബോധ്യമാകും. ദൈവമേ, എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം അതാണ്. അപ്പോൾ സാറാഫുകൾ സ്തുതിക്കുന്ന, മാലാഖമാ വൃന്ദങ്ങൾ സ്തുതിക്കുന്ന, ഈ ദേവവൃന്ദം സ്തുതിക്കുന്നവനെ ഞാൻ നിന്നെ സ്തുതിക്കുന്നത്, അതൊരു തലമാണ്. രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ പ്രത്യേകിച്ച് പീഡാസഹനത്തെയും കുരിശുമരണത്തെയും അതിലൂടെ പ്രദാനം ചെയ്യപ്പെട്ട രക്ഷയുടെ അനുഭവത്തെയും കുറിച്ചുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തേത് നീ മേഘാരൂഢനായി വരുമ്പോൾ. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ പൊതുവെ വിലയം കൊള്ളുമെന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു മേഘാരൂഢനായി വരുമ്പോൾ എന്നെ ചേർത്ത് കൊള്ളുമെന്ന് പറയുന്ന ഉറപ്പുള്ള വിശ്വാസത്തിൻ്റെ പാറയിലാണ് എന്ന് പറയുന്നത്. ഈ ആരാധന ഗീതം ആ രൂപത്തിൽ ചമച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പിന്നെ ജോയി പീറ്ററുടെ ഏത് പാട്ടിനെയും പോലെ സംഗീത സാന്ദ്രമാണ്, അതോടൊപ്പം തന്നെ അർത്ഥപരമായ ഭംഗിയുമുണ്ട്. പുതിയ തലമുറയും പഴയ തലമുറയും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു പാട്ടാണ്. അതെ, ജോയി പീറ്റർ എനിക്കും അനേകം തവണ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി ഗാനങ്ങൾ പാടുവാനായിട്ടും സ്റ്റേജിൽ പാടുവാനും കാസറ്റിൽ പാടുവാനും ചാനലുകൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുവാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് തവണ അദ്ദേഹം ഇതുപോലെ ക്രിസ്തീയ ഗാനങ്ങൾക്ക് വേണ്ടി അനേകം തവണ ഞങ്ങൾ പരസ്പരം കാണുകയും അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ അത് ഒന്ന് ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. ആരാധനയ്ക്ക് യോഗ്യനേ
ക്രിസ്തീയ വിശ്വാസികളുടെ മനസ്സിൽ മനോഹരങ്ങളായി വരികൾ എന്നും നിലനിൽക്കും. ഈ ഗാനങ്ങൾ നമ്മളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. എന്നിൽ കനിവേറും ശ്രീയേശു മനോ